ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ട്രെൻഡ്സ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാകുന്ന ട്രെൻഡ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡാണ് പറയുന്നത്. നമുക്കറിയാം, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്കണോമിയുടെ ഗ്രോത്തിനൊക്കെ വേണ്ടി ചിലവഴിക്കുന്ന മൊത്തത്തിലുള്ള ചിലവ്, അതിനാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് എടുക്കാം. ഫസ്റ്റ് വൺ തന്നെ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെൻറ് ഓൺ വേരിയസ് ഗവൺമെൻറ് ആക്ടിവിറ്റീസ് ആൻഡ് സോഷ്യൽ സെക്ടർ സർവീസസും. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് നെസസറി ഫോർ സപ്പോർട്ടിംഗ് ദ എക്കണോമി ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. The purpose of public expenditure is not limited to providing essential goods and services, but also it provided employment and a liberal rights to use to its population. ഇവിടെ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, നമ്മുടെ എക്കണോമിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഗവൺമെൻറ് പബ്ലിക് എക്സ്പെൻഡിച്ചർ നടത്തുന്നു. അതുപോലെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജനങ്ങൾക്ക് അവരുടെ ഫുഡും അതേപോലെ സർവീസും മാത്രം, ജനങ്ങൾക്ക് ആവശ്യമായ ഫുഡും സർവീസസും മാത്രം നൽകലല്ല, അതിനേക്കാൾ ഉപരി എംപ്ലോയ്മെൻറ്റും ജനങ്ങൾക്ക് ആവശ്യമായ ലിബറൽ റൈറ്റ്സ് അതൊക്കെ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു. ദെൻ in almost every type of economy, whether it is socialist, capitalist or mixed, government participates in various economic activities directly and indirectly. അതായത് ഏത് ടൈപ്പ് ഗവൺമെൻറ് ആയിക്കോട്ടെ, ക്യാപിറ്റലിസ്റ്റ് ആയിക്കോട്ടെ, സോഷ്യലിസ്റ്റ് ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, അവർ വേരിയസ് ടൈപ്പിലുള്ള എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ ഗവൺമെൻറ്റും. ആൻഡ് ആൾസോ ദ ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ വെൽഫെയർ സ്റ്റേറ്റ് ഇൻ എ കൺട്രി. This results in a huge expenditure or invest by the government. ഈ ഗവൺമെൻറ്റിയുടെ ഒക്കെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിയുടെ വെൽഫെയർ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഗവൺമെൻറ്റിന് ആവശ്യമാണ്. ആൻഡ് ദ ഡെവലപ്പിംഗ് കൺട്രീസ് ആർ ജനറലി ക്യാരക്ടറൈസ്ഡ് ബൈ ലോവർ socio-economic indicators and widespread poverty and inequality. Thus, developing countries require a higher level of public expenditure to accelerate its economic growth. Social indicator, അതായത് ഒരു ഡെവലപ്ഡ് കൺട്രിയെ അപേക്ഷിച്ചെടുത്ത് ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ദാരിദ്ര്യവും അസമത്വമൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമായിരിക്കും ഒരു ഡെവലപ്പിംഗ് കൺട്രി. സോ അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ ആവശ്യമായിരിക്കും. അവരുടെ കൺട്രി മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് ഹൈ ലെവലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ നടത്തേണ്ടി വരും എന്നാണ് പറയുന്നത്. And the Indian economy is a mixed type of economy where there is the participation of both public and private sector in economic activities. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ എക്കണോമി പറയുന്നത് മിക്സ്ഡ് ടൈപ്പാണ്. സോ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും എക്കണോമിക് ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് it is also a developing economy and needs huge public expenditure in social and infrastructure sector. The tax to GDP ratio in India is very low and the government is not able to provide sufficient fund for various public work. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. സോ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ തന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഇന്ത്യയിൽ ആവശ്യമാണ്. ആൻഡ് ദ ടാക്സ് ടു ജി ഡി പി ടാക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യയിൽ വളരെ ലോ ലെവലാണ്. റേഷ്യോ വളരെ ലോ ലെവലാണ്. ആൻഡ് ഗവൺമെൻറ് ആണെങ്കിൽ വിവിധ പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഫണ്ട് ടു വേരിയസ് വിവിധ പബ്ലിക് വർക്കിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ പ്രധാന കമ്പോണൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഡിഫെൻസിന്, പെൻഷന്, സാലറീസ്, സബ്സിഡീസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ മൊത്തം പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ 60% ആണെന്നാണ് പറയുന്നത്. 60% കൂടുതലാണെന്നാണ് പറയുന്നത്. ദെൻ അടുത്ത് പറയുന്നത് ദ ഇൻക്രീസിങ് നീഡ് ഫോർ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് വിത്ത് ദ ഗവൺമെൻറ് റൈസസ് ദ നീഡ് ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഉയർന്നു വരുന്ന ആവശ്യം
അതേപോലെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് നൽകാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ ഗവൺമെൻറ്റിന് കഴിയാത്ത ഈ അവസ്ഥയൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റിന്, അതെ, ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെയൊക്കെ ഒരു എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് അത്യാവശ്യമായി വരുന്നു. Then the government has taken several initiatives to improve the efficiency and utilization of defense expenditure, encouraging private sector participation in this sector and promoting self-reliance. ഗവൺമെൻറ് ഡിഫൻസ് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യക്ഷമതയും അതിൻ്റെ ഉപയോഗവും മെച്ചപ്പെടുത്തുന്നതിനും, അതേപോലെ ഈ സെക്ടറിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ പങ്കാളിത്തം, ഒരു പാർട്ടിസിപ്പേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ ഗവൺമെൻറ് ഒരു സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഗവൺമെൻറ് നിരവധി സംരംഭങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ for the purpose of managing the fiscal deficit, the government implemented Fiscal Responsibility and Budgetary Management Act 2003 and which aims to maintain the fiscal deficit at 3%. അതായത് എക്കണോമിയിൽ ഒരു ഹ്യൂജ് ലെവലിൽ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു 3% മാത്രമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്ററി മാനേജ്മെൻറ്റ് ആക്ട് 2013 ഗവൺമെൻറ് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഒരു ചാർട്ടുണ്ട്, അത് പറഞ്ഞുതരാം. The following pie chart shows the composition of public expenditure in India in 2018 and 19. It can be seen that interest payment has the highest share of about 1/4 of the total public expenditure in India. ഈ പൈ ചാർട്ട് കാണിക്കുന്നത് 2018-19 ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പൈ ചാർട്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ചിലവാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനാണ്. അത് ഈ ഗ്രീൻ ഷെയ്ഡ് ചെയ്ത് അതാണ് കാണിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, ഈ പൈ ചാർട്ടിൻ്റെ സോഴ്സ് യൂണിയൻ ബജറ്റ് ഡോക്യുമെൻറ്റിൽ നിന്നുള്ള അതാണ് പൈ ചാർട്ടിൻ്റെ സോഴ്സ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ 2018-19 കാലഘട്ടത്തിൽ ചിലവഴിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻസ്. അതായത് ആർട്ടിക്കിൾ 112 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ mandates that the government has to prepare an estimate of all past and prospective expenditure in the form of a budget document and present it in front of Parliament for approval. This document classifies different type of expenditure under different categories. Following are the categories of public expenditure. ഇത് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112. അതിനനുസരിച്ച് ഗവൺമെൻറ് പാസ്റ്റത്തെയും അതായത് വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ എക്സ്പെൻഡിച്ചറിൻ്റെയും ഒരു എസ്റ്റിമേറ്റ് ഒരു ബജറ്റ് രേഖയുടെ രൂപത്തിൽ തയ്യാറാക്കി അത് പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തിനായിട്ട് അവതരിപ്പിക്കണം. ഈ ഡോക്യുമെൻ്റ് വ്യത്യസ്ത തരം ചെലവുകൾ, വ്യത്യസ്ത തരം എക്സ്പെൻഡിച്ചറുകളുടെ വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിക്കും. അതായത് ഈ ആർട്ടിക്കിൾ പ്രകാരം തയ്യാറാക്കുന്ന ഈ ബജറ്റ് രേഖയുടെ രൂപത്തിൽ തയ്യാറാക്കുന്ന ഈ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത തര ചെലവുകളുടെ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പൊതുചെലവുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്.
ഫസ്റ്റ് വൺ ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. മൊത്തത്തിലുള്ള എക്സ്പെൻഡിച്ചറിനെ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്നും നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്നും ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൺസിസ്റ്റ് ഓഫ് ആൾ ദ പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെൻറ് ദാറ്റ് ക്യാൻ ഫർദർ ലീഡ്സ് ടു സോഷ്യൽ വെൽഫെയർ ആൻഡ് ആക്സിലറേറ്റ് എക്കണോമിക് ഗ്രൗത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ, അതായത് ഉൽപ്പാദന ചെലവും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഇത് ലീഡ് ചെയ്യുന്നത് എന്തിലേക്കാന്ന് വെച്ചാൽ ഒരു സോഷ്യൽ വെൽഫെയർ, അതായത് സാമൂഹിക ക്ഷേമത്തിലേക്കും അതേപോലെ സാമ്പത്തിക വളർച്ചയും വികസനവും ത്വരിതപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. And this expenditure are like a productive investment and used in the production of capital goods and services which provide instant benefit as well as it has some future perspective benefit. അതായത് ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പാദനക്ഷമമായ നിക്ഷേപം. ഈ എക്സ്പെൻഡിച്ചറൊക്കെ ഒരു ഉൽപ്പാദനക്ഷമമായ എക്സ്പെൻഡിച്ചർ പോലെ ഒരു പ്രൊഡക്റ്റീവ് പോലെയാണ്. ഇതൊരു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ഇത് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നല്ല തൽക്ഷണമായിട്ട് പെട്ടെന്ന് ഇത് കൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടും. അതുപോലെ ഫ്യൂച്ചറിലും നല്ല ബെനിഫിറ്റ് കിട്ടുന്ന മേഖലയിലൊക്കെയാണ് ഈ എക്സ്പെൻഡിച്ചർ നടത്തുക എന്ന് പറഞ്ഞത്. ആൻഡ് ദിസ് എക്സ്പെൻഡിച്ചേഴ്സ് ഇൻക്ലൂഡ് സ്പെൻഡിങ് ഓൺ വേരിയസ് എക്കണോമിക് സർവീസസ് ആൻഡ് സോഷ്യൽ സർവീസസ്. ഈ എക്സ്പെൻഡിച്ചറിൽ വിവിധ എക്കണോമിക് സർവീസസും സോഷ്യൽ സർവീസസിനും വേണ്ടിയിട്ടുള്ള ചിലവൊക്കെ ഈ എക്സ്പെൻഡിച്ചറിലാണ് ഉൾക്കൊള്ളുന്നത്. അതിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡെവലപ്പിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇത് ഈ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചറും ഉൾപ്പെടും. ഇത് പ്രധാനമായിട്ട് എൻവി ചെയ്യുന്നത് ഒരു സാമൂഹ്യക്ഷേമത്തിലേക്കോ കൂടുതൽ നയിക്കുകയും സാമ്പത്തിക വളർച്ചയും വികസനവും ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് ഈ എക്സ്പെൻഡിച്ചറിൻ്റെ മെയിൻ ആയിട്ട് ഈ എക്സ്പെൻഡിച്ചറിൻ്റെ എയിം എന്ന് പറഞ്ഞത്. ഇത് പ്രധാനമായിട്ട് ക്യാപിറ്റൽ ഗുഡും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. കാരണം പെട്ടെന്നുള്ള ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഇതിലാണ് ഈ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. ഇത് വിവിധ എക്കണോമിക് സർവീസസ് സോഷ്യൽ സർവീസസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറൊക്കെ ഈ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പറയാം. ദ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ലൈക്ക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രൊവൈഡ് ഇൻസ്റ്റൻറ്റ് ബെനിഫിറ്റ് ആൻഡ് എക്സ്പാൻഡ് ദ വെൽ ബീയിങ് ഓഫ് ദ സൊസൈറ്റി ബട്ട് ഇറ്റ് ഡസ് നോട്ട് ലീഡ്സ് ടു ഫർദർ എക്കണോമിക് ഗ്രോത്ത് ഓർ ഡെവലപ്മെൻറ്റ്. ദിസ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് എക്സ്പെൻഡിച്ചർ ഓൺ സബ്സിഡീസ്, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, സാലറീസ്, പെൻഷൻസ് എക്സെട്ര. അതായത് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു കൺസംഷൻ എക്സ്പെൻഡിച്ചർ പോലെയാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്, തൽക്ഷണമായിട്ടുള്ള ബെനിഫിറ്റാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് സൊസൈറ്റിയുടെ ക്ഷേമം ആണ് ഈ എക്സ്പെൻഡിച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് എക്കണോമിയുടെ ബട്ട് ഇറ്റ് ഡസ് നോട്ട് ലീഡ് ടു ഫർദർ എക്കണോമിക് ഗ്രോത്ത് ഓർ ഡെവലപ്മെൻറ്റ്. അതായത് കൂടുതൽ സാമ്പത്തിക വളർച്ചയ്ക്കോ വികസനത്തിനൊന്നും ഈ എക്സ്പെൻഡിച്ചർ കാരണമാവില്ല. കാരണം ഈ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത് സബ്സിഡിക്കും ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, സാലറി, പെൻഷൻ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ചെലവുകളാണ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡെവലപ്മെൻറ്റ് എന്നാൽ സൊസൈറ്റിയുടെ പെട്ടെന്നുള്ള ഗ്രോത്തിനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് ഇത്. നോൺ ഡെവലപ്മെൻറ്റ് എന്നാൽ സമൂഹത്തിൻ്റെ ക്ഷേമത്തിന്, അതായത് പെൻഷന്, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് ഇത്. ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ
fiscal management in India as per the recommendation of Swami Chakravarti Committee in the year 1987 and 88. Development and non-development expenditure were replaced by plan and non-plan expenditure. അതായത് ഈ ക്ലാസിഫിക്കേഷൻ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഈ ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയുടെ ഫിസ്ക്കൽ മാനേജ്മെൻറ്റിൽ ഇത് ഉപയോഗിക്കുന്നില്ല. 1987-88 സുഗോമോയ് ചക്രവർത്തിയുടെ റെക്കമെൻഡേഷൻ്റെ ബേസിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിനെ പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറായിട്ട് പിന്നീട് റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളതാണ്. ദ പ്ലാൻ expenditure consists of all the expenditure that are part of central planning. ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ സെൻട്രൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ എല്ലാ ഉൽപ്പന്നങ്ങളും പ്രൊഡക്റ്റും അതേപോലെ ചിലവ് എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ അസറ്റുകളും എല്ലാ പ്രൊഡക്റ്റും എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ അസറ്റുകളും ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ ഉൾപ്പെടുന്നുണ്ട്. ദ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ കൺസിസ്റ്റ് ഓഫ് ഓൾ ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് ആർ ഇൻകേർഡ് ഓൺ completed or previous scheme interest payment on borrowings. It often include non-asset building and consumption expenditure. അതായത് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ കംപ്ലീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ മുമ്പത്തെ പ്രീവിയസ് സ്കീമിലെ വായ്പകളുടെ പലിശ പേയ്മെൻറ്റിന് വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും ഉൾപ്പെടുന്നു. അതേപോലെ ഇതിൽ പലപ്പോഴും ആസ്തി ഇതര നിർമ്മാണവും ഉപഭോഗ ചെലവും ഉൾപ്പെടുന്നു. അതായത് ഇത് പറഞ്ഞാൽ നോൺ അസറ്റ് ബിൽഡിങ്ങും കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. ഇനി in September 2011, a panel headed by Dr. C. Rangarajan suggested redefining the plan and non-plan expenditure as capital and revenue expenditure. അതായത് സെപ്റ്റംബർ 2011 ഡോക്ടർ സി രംഗരാജൻ്റെ ബേസിലുള്ള ഒരു പാനൽ പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് പിന്നീട് അങ്ങനെയാക്കി മാറ്റി എന്നാണ് പറയുന്നത്. പുനർനിർവീകരിച്ചു. പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചറായി റീപ്ലേസ് ചെയ്തു. അടുത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അതെന്താണെന്ന് പറയാം. Capital expenditure are expenditure on building fixed asset and are non-recurring in nature. This expenditure focuses on improving economic and social activities and productivity of the economy. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞത് ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള ചിലവുകളാണ്. അതായത് ഫിക്സഡ് ആയിട്ട് ഉള്ള അസറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള ബിൽഡ് ചെയ്യുന്നതിനുള്ള ചിലവുകളാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇത് പിന്നീട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫിക്സഡ് ആയിരിക്കും. ആൻഡ് ഈ എക്സ്പെൻഡിച്ചർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും എക്കണോമിയിലെ പ്രൊഡക്ടിവിറ്റിയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക എന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ് അത് പിന്നീട് എക്കണോമിയിൽ റീക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ സോഷ്യൽ എക്കണോമിക് ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം. Then this expenditure include loans to state and foreign governments and public enterprises to finance the project and capital defense expenditure. ഈ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നത്
ലോണ് ഇത് സ്റ്റേറ്റിനും ഫോറിൻ ഗവൺമെൻറ്റിനും അതേപോലെ പബ്ലിക് എൻ്റർപ്രൈസസിനൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യാനും അതേപോലെ വിവിധ തരം പ്രോജക്റ്റ് വായ്പ പദ്ധതി വിവിധ തരം പ്രോജക്റ്റുകൾക്കും ക്യാപിറ്റൽ ഡിഫൻസ് എക്സ്പെൻഡിച്ചറിനൊക്കെ ഇത് ധനസഹായം നൽകുന്നു. അതാണ് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് വിവിധ തരം സ്റ്റേറ്റ് ആൻഡ് ഫോറിൻ ഗവൺമെൻറ് പബ്ലിക് എൻ്റർപ്രൈസസിനൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യാം. വിവിധ തരം പദ്ധതികൾക്കും ക്യാപിറ്റൽ ഡിഫൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഡിഫൻസ് എക്സ്പെൻഡിച്ചറിനൊക്കെ ധനസഹായം നൽകുക എന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആർ റിക്കറിംഗ് കൈൻഡ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇയർ ബൈ ഇയർ ഓൺ കറൻറ്റ് കൺസംഷൻ. ദിസ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് സാലറീസ്, പെൻഷൻസ് ആൻഡ് സബ്സിഡീസ് എക്സെട്ര. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ നിലവിലുള്ള കൺസംഷനിൽ വർഷം തോറും ഉണ്ടാകുന്ന ആവർത്തിച്ചിട്ടുള്ള ഒരു ചിലവാണ്. അതായത് പെൻഷന്, സബ്സിഡി ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറാണ് ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇതിനെ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആയിരുന്നു ഫസ്റ്റ്, പിന്നെ അതിനെ റീപ്ലേസ് ചെയ്തു വന്നതാണ് പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. ദെൻ അതിനുശേഷം വന്നതാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി അപ്രോച്ചസ് ടു തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഡിഫറെൻറ്റ് തിയറീസ് ആണ് ഇനി പറയുന്നത്. ദ തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എക്സ്പ്ലെയിൻ ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഫോളോയിങ് ആർ സം ഇമ്പോർട്ടൻറ്റ് തിയറി ഓർ അപ്രോച്ചസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇതൊക്കെ ഫസ്റ്റ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി അപ്രോച്ചസ്. Marginal utility approach is a set of theories developed in the 1920s which generally states that the marginal benefit of different types of public expenditure on various items should meet the marginal cost or disadvantages of the various methods are used to raise the fund for the public expenditure. 1920 ഡെവലപ്പ് ചെയ്ത ഒരു തിയറീസുകളുടെ ഒരു കൂട്ടമാണ് മാർജിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ തിയറി പറയുന്നത് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഈ തിയറി പറയുന്നത് വിവിധ തരത്തിലുള്ള വിവിധ ഐറ്റത്തിലെ വിവിധ ടൈപ്പിലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ മാർജിനൽ ബെനിഫിറ്റ് ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഫണ്ട് സ്വരൂപിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ രീതികളിലുള്ള മാർജിനൽ കോസ്റ്റുകളെയും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസുകളെ മീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ പബ്ലിക് എക്സ്പെൻഡിച്ചറിന് വേണ്ടി സ്വരൂപിക്കുന്ന ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള ഡിഫറെൻറ്റ് മാർജിനൽ കോസ്റ്റിനെയും ഡിസഡ്വാൻറ്റേജസിനെയൊക്കെ മീറ്റ് ചെയ്തിരിക്കണം എന്നാണ് മാർജിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് പബ്ലിക് ഗുഡ് അപ്രോച്ച്. അതായത് ദ പബ്ലിക് ഗുഡ് അപ്രോച്ച് ആർഗ്യൂസ് ദാറ്റ് ദർ ആർ സം ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് കനോട്ട് ബി പ്രൊവൈഡഡ് ബൈ ദ പ്രൈവറ്റ് മെക്കാനിസം ഓർ ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ കൺസ്യൂംഡ് ബൈ ദ ലാർജ് പോപ്പുലേഷൻസ് ബട്ട് നോട്ട് എവരി വൺ ഹാസ് ദ എബിലിറ്റി ഓഫ് പേ ഫോർ ദീസ് ഗുഡ്സ് ആൻഡ് services. Thus, the government has to be responsible to provide these public goods and leads to huge public expenditure. ഈ അപ്രോച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് സെക്ടർ പ്രൊവൈഡ് ചെയ്താത്ത ചില ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരുപാട് ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
എന്നാൽ എല്ലാവർക്കും ഇതിന് പേ ചെയ്യാൻ കഴിയില്ല എന്നാണ് പ്രൈവറ്റ് സെക്ടർ പ്രൊഡ്യൂസ് ചെയ്യാത്ത ചില ഗുഡ്സ് ആൻഡ് സർവീസസുകൾ ഹ്യൂജ് പീപ്പിൾസ് എക്കണോമിയിൽ ഉപയോഗിക്കുന്നു. എന്നാൽ ഇവർക്കൊന്നും അതിന് പേ ചെയ്യാൻ കഴിയുന്നുമില്ല. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ ഈ പബ്ലിക് ഗുഡ്സ് നൽകാനും മറ്റും ഗവൺമെൻറ് ബാധ്യസ്ഥനാണ്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ പ്രൈവറ്റ് സെക്ടർ നൽകാത്ത പബ്ലിക് ഗുഡ്സ് നൽകാൻ ഗവൺമെൻറ് ബാധ്യസ്ഥനാണ് എന്നാണ് ഇത് പറയുന്നത്. അടുത്ത പറയുന്നത് പബ്ലിക് ചോയ്സ് അപ്രോച്ച്. Public choice approach refers to the political approach to public expenditure. According to this approach, the government fulfills the choice of its major voters and makes expenditure on such goods and services that secure its votes and chance to win the election again. It refutes the view that government make a public expenditure for the welfare to its natives. അതായത് ഇത് ഗവൺമെൻറ് വോട്ടിംഗ് ടൈമിൽ അവരുടെ വിജയം വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി സാധനങ്ങൾക്കും ജനങ്ങൾക്ക് വേണ്ട ഗുഡ്സ് ആൻഡ് സർവീസസിനൊക്കെ എക്സ്പെൻഡിച്ചർ നടത്തിയിട്ട് അവരുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി ആ സമയത്ത് ഗവൺമെൻറ് അത്തരം സാധനങ്ങളിൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നതിനെയാണ് പബ്ലിക് ചോയ്സ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. It refutes the view that government make a public expenditure for the welfare to its native. ഇത് ഗവൺമെൻറ് അവരുടെ നേറ്റീവ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി പബ്ലിക് എക്സ്പെൻഡിച്ചർ നടത്തുന്നു എന്നതിന് അതായത് ഗവൺമെൻറ് അതിൻ്റെ നേറ്റീവ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ നടത്തുന്നു എന്നൊരു വ്യൂവിനെ ഇത് റെഫ്യൂട്ട്സ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഗവൺമെൻറ് വോട്ടിംഗ് ടൈമിൽ അവരുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ടേഴ്സിന് പബ്ലിക് ഗുഡ്സും സർവീസസ് ചില ടൈപ്പ് ഗുഡ്സിനും സർവീസസിനൊക്കെ എക്സ്പെൻഡിച്ചർ കൂടുതൽ നടത്തിയിട്ട് അവരുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് തരത്തിലുള്ളതിലാണ് പബ്ലിക് ചോയ്സ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ പോസിറ്റീവ് അപ്രോച്ചസ്. ദ പോസിറ്റീവ് അപ്രോച്ചസ് കൺസിസ്റ്റ് ഓഫ് തിയറീസ് ദാറ്റ് സീക്സ് ടു എക്സ്പ്ലെയിൻ ദ ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓവർ ടൈം. Following are two important theory of public expenditure under this approach. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഗ്രോത്ത് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന തിയറീസൊക്കെ പോസിറ്റീവ് സമീപനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ സമീപനത്തിന് കീഴിൽ ഇത്തരത്തിലുള്ള പോസിറ്റീവ് അപ്രോച്ചസിൽ പ്രധാനമായിട്ടും രണ്ട് സിദ്ധാന്തങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അപ്രോച്ചസാണ് ഇനി പറയുന്നത്. വാഗ്നേഴ്സ് ലോവും പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസും. ഇതിൽ ഫസ്റ്റ് വൺ വാഗ്നേഴ്സ് ലോ. അഡോൾഫ് വാഗ്നർ in 1876 proposed a law of increasing state activities which explains that the public expenditure increases over time as the economy grows. The law explains that as the economy grows and decentralization takes place in administrations and governance structure, which leads to continuous increase in expenditure on law and order, urbanization and welfare to its population. അഡോൾഫ് വാഗ്നർ 1876 അവതരിപ്പിച്ച ലോ ഓഫ് ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സമ്പദ് വ്യവസ്ഥ അതായത് ഇത് സമ്പദ് വ്യവസ്ഥ വളരുന്നതിനനുസരിച്ച് പൊതുച്ചെലവ് വർദ്ധിക്കുന്നു, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു എന്ന് പറയുന്നു. അഡോൾഫ് വാഗ്നറിൻ്റെ ഈ ഇതിൽ പറയുന്നത് ലോ ഓഫ് ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥ നമ്മുടെ എക്കണോമി വളരുന്നതിനനുസരിച്ച് പബ്ലിക് എക്സ്പെൻഡിച്ചറും വളരുന്നു എന്നതാണ്. ദ ലോ ഓഫ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ആസ് ദ എക്കണോമി ഗ്രോസ് ആൻഡ് decentralization take place in administration and governance structure.
അതുപോലെ തന്നെ എക്കണോമി വളരുന്നതിനനുസരിച്ച് അഡ്മിനിസ്ട്രേഷൻ്റെയും സ്ട്രക്ചറിലൊക്കെ ഡീസെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ നടക്കുന്നു. എക്കണോമി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഇതിലൊക്കെ ഡീസെൻട്രലൈസേഷൻ നടക്കുന്നു എന്നും ഈ തിയറി പറയുന്നുണ്ട്. അതുപോലെ ഇത് വിച്ച് ലീഡ്സ് ടു ദ കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഓൺ ലോ ആൻഡ് ഓർഡർ അർബനൈസേഷൻ ആൻഡ് വെൽഫെയർ ടു ഇറ്റ്സ് പോപ്പുലേഷൻസ്. ഇത്തരത്തിൽ ഡീസെൻട്രലൈസേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ക്രമസമാധാനത്തിനും അർബനൈസേഷനും അതേപോലെ ക്ഷേമത്തിനൊക്കെ കൂടുതൽ ചെലവ് തുടർച്ചയായി വർദ്ധിക്കുന്നതിന് ഇത് ലീഡ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഡീസെൻട്രലൈസേഷൻ നടക്കുന്നത് ക്രമസമാധാനത്തിനും അർബനൈസേഷനും ക്ഷേമത്തിനൊക്കെ ചിലവ് കൂടുന്നതിന് കാരണമാവുന്നു. അങ്ങനെ ഇത്തരത്തിൽ ദ സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ഓവർ ടൈം ആൻഡ് വിത്ത് ദ ഫർദർ ഗ്രോത്ത് ഓഫ് ദി എക്കണോമി. അങ്ങനെ കാലക്രമേണ സമ്പദ് വ്യവസ്ഥയുടെ കൂടുതൽ വളർച്ചയ്ക്കൊപ്പം സംസ്ഥാന പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു. അതായത് ഈ തിയറിയിൽ എന്താണ് വാഗ്നേഴ്സിൻ്റെ ലോ ഓഫ് ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എക്കണോമിയുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ എക്കണോമിയുടെ വളർച്ചയ്ക്കനുസരിച്ച് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണൻസ് സ്ട്രക്ചറിൽ ഡീസെൻട്രലൈസേഷൻ നടക്കുന്നു. ഇത് എന്തിന് കാരണമാവുന്നു? എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാൻ, ഏതിലെ ക്രമസമാധാനം, ക്ഷേമം, അർബനൈസേഷൻ ഈ ഒക്കെ ഒരു സെക്ടറിൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാൻ ഇത് കാരണമാവുന്നു എന്നാണ് പറയുന്നത്. ദെൻ പീകോക്ക്-വെയ്സ്മാൻ ഹൈപ്പോത്തസിസ്. ദ പീകോക്ക്-വെയ്സ്മാൻ ഹൈപ്പോത്തസിസ് is based on the idea of discontinuous increase in public expenditure. ഈ പീകോക്ക്-വെയ്സ്മാൻ ഹൈപ്പോത്തസിസ് ബേസ് ചെയ്തിരിക്കുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പീകോക്ക്-വെയ്സ്മാൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഹൈപ്പോത്തസിസ് ബേസിക്കലി ടാക്സ് അബൌട്ട് 3 ടൈപ്പ് ഓഫ് എഫക്ട്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ 3 ടൈപ്പ്, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ വളർച്ചയിൽ വരുന്ന 3 തരത്തിലുള്ള കാര്യങ്ങളെയാണ്, എഫക്റ്റുകളാണ് ഈ പീകോക്ക്-വെയ്സ്മാൻ ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ ഫസ്റ്റ് എഫക്റ്റ് ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്. ഫസ്റ്റ് എഫക്റ്റ് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു സം ഡിസിറബിൾ ഓർ അൺഡിസിറബിൾ റീസൺസ് ദ ലെവൽ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സ് ആക്ഷൻ ഇൻക്രീസ് ടു എ ന്യൂ ലെവൽ വിത്ത് ഡിസ്പ്ലേസിങ് ടു ഓൾഡ് ലെവൽ. അതായത് ഫസ്റ്റ് എഫക്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസിറബിളോ അൺഡിസിറബിളോ ആയ റീസൺ കാരണം പബ്ലിക് എക്സ്പെൻഡിച്ചറും ടാക്സേഷൻ്റെയും ടാക്സേഷൻ ഇൻക്രീസ് ടു എ ന്യൂ ലെവൽ, ഒരു പുതിയ തലത്തിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. പഴയ അതിനെ അപേക്ഷിച്ച് ഒരു പുതിയ ഇതിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഡിസിറബിൾ അൺഡിസിറബിൾ റീസൺസ് കാരണം. ഇനി ദ സെക്കൻഡ് എഫക്റ്റ് ഈസ് ദ ഇൻസ്പെക്ഷൻ എഫക്റ്റ്, റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻസ് വേർ പീപ്പിൾ ഡിമാൻഡ് ടു ഇൻസ്പെക്ട് ദ അപ്ഹെവൽ ആൻഡ് ഇംപ്രൂവ് ഇറ്റ് ഫ്രം ദി ഗവൺമെൻറ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ എ ഫർദർ ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ന്യൂ ടോളറബിൾ ലെവൽ ഓഫ് ടാക്സ് ആക്ഷൻ റിമെയിൻസ് ആൻഡ് ഡസൻറ്റ് റിട്ടേൺസ് ടു ദ ഓൾഡ് ലെവൽ. രണ്ടാമത്തെ എഫക്റ്റ് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ എഫക്റ്റ് എന്നതാണ്. അതായത് പ്രക്ഷോഭം പരിശോധിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് മെച്ചപ്പെടുത്താൻ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പീപ്പിൾ ഡിമാൻഡ് ചെയ്യും ഇൻസ്പെക്ട് ഇംപ്രൂവ് ഫ്രം ദ ഗവൺമെൻറ്റിൽ നിന്ന് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെൻറ് പീപ്പിൾസ് ആവശ്യപ്പെടുന്നു. സർക്കാരിൽ നിന്ന് മെച്ചപ്പെടുത്താൻ ആളുകൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ കൂടുതൽ വർധനവിന് കാരണമാവുന്നു. കൂടാതെ പുതിയ ടോളറബിൾ ലെവൽ ടാക്സ് ആക്ഷന് ടോളറബിൾ ലെവൽ ടാക്സേഷൻ നിലനിന്നിട്ട് ഓൾഡ്
രീതിയിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഓൾഡ് രീതിയിലേക്ക് മടങ്ങി പോവില്ല. പുതിയതായിട്ടുള്ള ടോളറബിൾ ന്യൂ ലെവലിലുള്ള ടാക്സേഷൻ രീതി വരും. ഇത് പഴയ രീതിയിലേക്ക് മടങ്ങി പോവില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദ തേർഡ് എഫക്റ്റ് ഈസ് കാൾഡ് കോൺസെൻട്രേഷൻ എഫക്റ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഹയർ ഗ്രോത്ത് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആക്ടിവിറ്റീസ് ദാൻ ലോക്കൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. മൂന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ എഫക്റ്റാണ്. ഇത് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ആക്ടിവിറ്റീസിനെ അപേക്ഷിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഉയർന്ന രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നതാണ് ഇതിൽ കാണിക്കുന്നത്. തേർഡ് എഫക്റ്റ് പറയുന്നത് കോൺസെൻട്രേഷൻ എഫക്റ്റ്. അത് ഹയർ ഗ്രോത്ത് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹൈ ലെവലിലുള്ള ഗ്രോത്താണ് ഇത് കാണിക്കുന്നത്. എന്തിനെ അപേക്ഷിച്ച്? ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അപേക്ഷിച്ചു. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള തിയറീസ്, അപ്രോച്ചസ് എന്തിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് നമ്മുടെ ടോപ്പിക് കിടക്കാം. ട്രെൻഡ്സ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ട്രെൻഡ് അതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ട്രെൻഡ്സ് ഇൻ ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിലുള്ള ട്രെൻഡ്. ആൻഡ് സോഷ്യലിസം ഈസ് ഇൻ ദ പ്രീമബിൾ to the Constitution of India. After independence, the Indian government is continuously working to establish a welfare state. The study found an increasing trend in total expenditure of both state and Indian government in absolute terms in India. Then ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ രാജ്യം കണ്ടിന്യൂസ് ആയിട്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റിൻ്റെയും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും ടോട്ടൽ എക്സ്പെൻഡിച്ചർ വളരെ ഇതിനൊക്കെ വേണ്ടിയിട്ട് വളരെ കൂടുതലായിരുന്നു എന്നതാണ് പ്രവണതയാണ്. വർദ്ധിച്ചു വരുന്ന ഒരു ഇൻക്രീസിങ് ആണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിച്ചിരുന്നു. അതിനുശേഷം വന്ന പഠനങ്ങളൊക്കെ പറയുന്നത് സെൻട്രലിൻ്റെയും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ വർദ്ധിച്ചു വരുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിലുള്ള ഒരു പ്രവണതയാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. ദ ഫോളോയിങ് ഫിഗർ ഷോസ് ദി ട്രെൻഡ്സ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ. താഴെ പറയുന്ന ഫിഗർ കാണിക്കുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചറിലുള്ള ട്രെൻഡാണ്. നമുക്കറിയാം, ഈ ഗ്രാഫ് കണ്ടാലേ ട്രെൻഡ്സ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ ഫ്രം 1981 to 2091. അത് ആ കാലഘട്ടത്തിലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറിലെ ട്രെൻഡാണ് ഈ കാണിക്കുന്നത്. നമുക്കറിയാം, ഒരു ഇൻക്രീസ് ആയിട്ട് ഇതിൽ റെഡ് ലൈന് കാണിക്കുന്നത് സെൻട്രലിൻ്റെയും ബ്ലൂ സ്റ്റേറ്റിൻ്റെയാണ്. ഇതിൽ നമുക്ക് കാണിക്കുന്ന ഒരു ഇൻക്രീസിങ് ലെവൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇങ്ങനെ കുറഞ്ഞ് പിന്നെ കൂടി, രണ്ട് സ്റ്റേറ്റ് ആയിക്കോട്ടെ സെൻട്രൽ ആയിക്കോട്ടെ ഇങ്ങനെ പിന്നീട് കൂടി വരുന്ന ഒരു ട്രെൻഡാണ് ഇതിൽ കാണുന്നത്. നമുക്കിനി ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. The two trends line shows the trends for state and central government. സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും രണ്ട് ട്രെൻഡ് ലൈനാണ്, പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ലൈനാണ് ഈ കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി സീൻസ് ദാറ്റ് സിൻസ് ദാറ്റ് ലാസ്റ്റ് ഡിക്കേഡ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഹാസ് ഗ്രൗൺ സിഗ്നിഫിക്കൻ്റ്ലി ആൻഡ് സ്റ്റാർട്ടഡ് ടു റൈസ് upward. During this decade, the public expenditure has been growing very fast and moving towards the vertical shape. അതായത് ഈ ഗ്രാഫ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഡിക്കേഡിലൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ വളരുന്നതായിട്ട് വളരെ ഇതായിട്ട് വളരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ ഡിക്കേഡിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ വളരെ വേഗത്തിൽ വളരുന്നു. ഒരു വെർട്ടിക്കൽ ഷേപ്പായിട്ടാണ് പിന്നീട് ആ ഗ്രാഫ് മൂവ് ചെയ്യുന്നത്. ഒരു വെർട്ടിക്കൽ ഷേപ്പിലോട്ടാണ് പിന്നീട് ഗ്രാഫ് പോകുന്നത്.
ആണ് ഇതിൽ കാണിക്കുന്നത്. ദെൻ ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് സ്റ്റേറ്റ് വാസ് 25.17,000 crores in 1980 and increased to 28.74,000 crores in 92-83 with a growth rate of 14.90%, and after showing fluctuations it reached to 159 and 15,000 crores with a growth rate of 18.19% in 1994 and 95. സ്റ്റേറ്റിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ 1981-82 25.17,000 crore ആയിരുന്നത് 28.74,000 crore ആയി എന്ന് 1982-83 വിത്ത് ഗ്രോത്ത് റേറ്റ് 14.90%. 14.19% കൂടി 25.17,000 ആയിരുന്നത് 28.74,000 crore ആയിട്ട് ഇൻക്രീസ് ചെയ്തു പബ്ലിക് എക്സ്പെൻഡിച്ചർ ആരുടെ സ്റ്റേറ്റിൻ്റെ. ആൻഡ് ആഫ്റ്റർ ഷോയിങ് ഫ്ലക്ച്വേഷൻ ഇറ്റ് റീച്ച്ഡ് ടു it reached to 159.15,000 crores with a growth rate 80.19% in 94-95. 94-95 159.15 ആയിട്ട് ഇത് പിന്നീട് ഉയർന്നു. ആൻഡ് ഇറ്റ് വാസ് 514.13,000 crores in 2003 and 4 with a highest growth rate of 25.36%. 25.33 ഗ്രോത്ത് റേറ്റോടെ ഇത് പിന്നീട് 514.13,000 crore ആയിട്ട് 2003-2004 പബ്ലിക് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റിലത്തെ ഉയർന്നു എന്നാണ് പറയുന്നത്. ഹവർ ഇൻ 2015 and 16 it was 561.68,000 crores with the lowest growth rate of 1.49%. ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് ആയിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉയർന്നത് 2005 and 6 അത് എത്രയായിരുന്നു? 561.68,000 crore ആയിരുന്നു. ദ ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ 2018 and 19 വാസ് 559.73,000 crores with a growth rate of 12.3%. അതായത് 2018-19 ആയപ്പോഴേക്കും 35,059.73,000 crore ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഏത് സ്റ്റേറ്റിൻ്റെ. ദ ടോട്ടൽ സ്റ്റേറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഹാസ് ഇൻക്രീസ്ഡ് വിത്ത് എ CAGR ഓഫ് 13.92% ഫ്രം 1981-82 to 2018. അതായത് 1981-82 മുതൽ 2018-19 വരെ 13.92% CAGR-ഓടെ മൊത്തം പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചു സ്റ്റേറ്റിൽ. അതായത് ഈ ഗ്രാഫൊക്കെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓരോ വർഷം കൂടുന്തോറും കൂടി വരികയാണ്. ഗ്രോത്ത് റേറ്റ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല. പബ്ലിക് എക്സ്പെൻഡിച്ചർ വർഷം കൂടുന്തോറും കൂടി വരുന്ന ഒരു ട്രെൻഡാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്റ്റേറ്റിൻ്റെയാണ്. ഇനി സെൻട്രലിൻ്റെ നോക്കാം. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാസ് 25.27,000 crores in 1981-82 which increased to 2007-9.34,000 crores in 1998 and 99 with a growth rate of 20.38%. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 25.27,000 crore ആയിരുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചർ 279.34,000 crore ആയിട്ട് 98-99 കാലത്തിൽ ഇൻക്രീസ് ചെയ്തു വിത്ത് ഗ്രോത്ത് റേറ്റ് 20.38%. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ദാറ്റ് ദർ ഹാസ് ബീൻ എ വൈഡ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ടോട്ടൽ സെൻട്രൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ.
ഇതിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം സെൻട്രൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ മൊത്തത്തിലൊരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടായതായിട്ട് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാം. ആൻഡ് ഇറ്റ് വാസ് 24,000 crores in 2018-19 with a growth rate of 14.72%. ഇത് 2018-19 ആയപ്പോഴേക്ക് 2,457.24 crore ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ളത്, വിത്ത് ഗ്രോത്ത് റേറ്റ് 40.72%. However, it was increased with a CAGR of 12.18% between 1981-82 and 2018-19. അതായത് 1981-82 ആൻഡ് 2018-19 എന്നിരുന്നാലും ഇത് 1981-82 2018-19 ഇടയിൽ 12.80% CR ഉപയോഗിച്ചിട്ട് ഇത് വർദ്ധിച്ചു. ദെൻ the ratio of total public expenditure to GDP in 1981-82 was 14.37%, which has increased in the 1918s, then started to decline. And except in some years it was around 13-14% of GDP. In the year 2018-19 the public expenditure was 12.93% of GDP. അതായത് ഇത് പറയുന്നത് എന്താ വെച്ചാൽ 1981-82 മൊത്തം പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 14.37%. 1980-കളിൽ ഇത് പിന്നീട് ഇൻക്രീസ് ചെയ്തു, പിന്നീട് വീണ്ടും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ചില വർഷങ്ങളിലൊക്കെ ഇത് GDP-യുടെ 13 മുതൽ 14% വരെ ആയിരുന്നു. 2018-19 വർഷത്തിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ GDP-യുടെ 12.93% എന്നാണ് പറയുന്നത്. ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആ ഗ്രാഫ് വെച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് ആ ഗ്രാഫിൻ്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻസ് മാത്രമാണ് ഈ പറയുന്നത്. ദെൻ ട്രെൻഡ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും അതാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ദെൻ ട്രെൻഡ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ആർ സിമിലർ ടു ട്രെൻഡ്സ് ഇൻ ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതായത് ട്രെൻഡ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ട്രെൻഡ്സ് ഇൻ നമ്മൾ മുമ്പ് പറഞ്ഞ പബ്ലിക് എക്സ്പെൻഡിച്ചർ പോലെ തന്നെ ടോപ്പ് പബ്ലിക് എക്സ്പെൻഡിച്ചറായിട്ട് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. ദെൻ ഇൻ 1990-91 the development expenditure was 63.37,000 crores for state and 58.65,000 crores for the central government, while the non-development expenditure was 22.16,000 crores for state and 49.35,000 for the central government. 1990-91 ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ 63.37 crore സ്റ്റേറ്റിൻ്റെയും 58.61,000 crore സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും, നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ 22.16,000 crore സ്റ്റേറ്റിൻ്റെയും 49.35,000 crore സെൻട്രൽ ഗവൺമെൻറ്റിനും ഉണ്ടായിരുന്നു. ദെൻ താഴെ പറയുന്ന ഫിഗർ നമുക്ക് താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. 1991 to 2019 വരെയുള്ള ട്രെൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് സ്റ്റേറ്റ് സെൻട്രൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ, ഈ രണ്ടും ഗവൺമെൻറ്റിൻ്റെയും ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ് ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. രണ്ടും ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നത് തന്നെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ, രണ്ടും ഇൻക്രീസ് ചെയ്ത് വരുന്നതാണ്. ഡെവലപ്മെൻ്റ് ആണെങ്കിലും നോൺ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഇൻക്രീസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി നമുക്ക്
ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് പറയാം. ദ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഹാസ് ഇൻക്രീസ്ഡ് ഓവർ ടൈം ആൻഡ് 2020-21 ഇറ്റ് റീച്ച്ഡ് ടു 205.67 thousand crores for state and 139.39 crores for the central government. ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു എല്ലാ ടൈമിലും. 2020-21 ഇത് 205.67 thousand crore-ആയി. ഏത് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റിൻ്റെ. ആൻഡ് 130.39 crore ഫോർ ദ സെൻട്രലിൻ്റെ. ഏത് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു. വെൽ ദ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് വേർ 116.82 and 197.42 thousand crores respectively in 2000 and 2001. 2001 ഇതും സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും 116-197 ഇൻക്രീസ് ചെയ്തത്. ഏത് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഫൈനലി ഇൻ 2018-19 the development expenditure for state and central government were 2,219.51 and 1146.83 thousand crore respectively, while in 2018-19 the non-development expenditure were 98.6.37 and 1295.39 thousand crores respectively. ഫൈനലി ഇൻ 2018-19 ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും 2290.59 ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റിൻ്റെയും 1146.83 thousand crore സെൻട്രലിൻ്റെയും ആയിരുന്നു. വെയിൽ ഇൻ 2018-19 ദ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ 986 ഏതിൻ്റെയും സ്റ്റേറ്റിൻ്റെയും അതേപോലെ 12,295.39 thousand crore സെൻട്രലിൻ്റെയും ആയി. ദ CAGR ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് വേർ 30.70% and 10.80% and 13.91% and 11.93% respectively from 1991 to 2018-19. The growth rate of development and non-development expenditure for both state and central government has been very fluctuating over time. ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ ഗ്രോത്ത് റേറ്റ് ഒരു ഫ്ലക്ച്വേറ്റിംഗ് രീതിയിലാണ്. എല്ലാ കാലക്രമേണ ഇതൊരു ഫ്ലക്ച്വേറ്റിംഗ് രീതിയിൽ തന്നെയാണ്. ഇതിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഗ്രോത്ത് റേറ്റ് സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും മുമ്പോട്ട് പോകുന്നത്. ദെൻ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്, അതിൻ്റെ ഒരു ടാബിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഡെവലപ്മെൻറ്റ് ഇയറിൻ്റെ ബേസിൽ ഡെവലപ്മെൻറ്റ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അത് GDP, അതേപോലെ അതിന് GDPക്കുള്ള പെർസെൻറ്റേജ്, ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇതാണ് ടേബിൾ. However, it can be seen that the portion of the development and non-development expenditure in GDP has decreased over time. നമുക്ക് കാണാം ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ GDPക്കുള്ള ഒരു GDPയിലേക്കുള്ള പോർഷന് കാലക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. നമുക്ക് ടേബിൾ കാണാം. 10, 6, 8, 6 അങ്ങനെ കുറഞ്ഞുകൊണ്ട് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആവട്ടെ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആകട്ടെ കാലക്രമേണ GDPയിലേക്കുള്ള ഇതിൻ്റെ റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദെൻ
Development expenditure was 10% of GDP in the year 1991, 10% ആയിരുന്നു, which decreased to 6.3% in the year 2018-19. 2018-19 കുറഞ്ഞിട്ട് 6.3% ആയി. The non-development expenditure which was 8.42% of GDP in the year 1919 and 91 increased to 9.7% after one decade in the year 2021, and then it started to decrease and reached to 6.81% of the GDP in the year 2018-19. Non-development expenditure GDP 1991 8.42% ആയിരുന്നു. ഇത് 2001 9.7% ആയി ഇൻക്രീസ് ചെയ്തിരുന്നെങ്കിലും 2018-19 ഇത് പിന്നീട് ഡിക്രീസ് ചെയ്ത് 6.81% ആയി കുറഞ്ഞു. അതായത് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ GDP-യിലേക്കുള്ള റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദ റേഷ്യോ ഓഫ് ഡെവലപ്മെൻറ്റ് ടു നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഹാവ് ആൾസോ ഡിക്രീസ്ഡ് ഫ്രം 1991 to 2018-19 for both the government. രണ്ട് ഗവൺമെൻറ്റിൻ്റെയും ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ റേഷ്യോ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. The ratio of development to non-development expenditure for the state was 2.18, which started to decrease in the 1990s to late 2000s and again started to increase and reached to 2.32 in the year 2018-19. ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ ഫോർ ദ സ്റ്റേറ്റിൻ്റെ 2.80 ആയിരുന്നു. പിന്നീട് ഇത് കുറയാൻ തുടങ്ങി. 1990s ഇത് കുറയാൻ തുടങ്ങി. എന്നാൽ 2000-ൻ്റെ ലാസ്റ്റിൽ ഇത് വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് 2018-19 ഇത് 2.33 ആയി എത്തിയിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ദ റേഷ്യോ വാസ് 1.19 ഇൻ ദ ഇയർ 1919 ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻ ടിൽ ദ ഇയർ 2007 and 8, then increased till 2012 and 13 and again decreased and reached at 0.89 in the year 2018 and 19. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 1990-91 1.19 ആയിരുന്നത്. ഇത് പിന്നീട് 2007-8 വരെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. പിന്നീട് 2012-13 വരെ ഇത് ഇൻക്രീസ് ചെയ്തു. എഗെയിൻ ഇത് വീണ്ടും ഡിക്രീസ് ചെയ്തിട്ട് 0.89 ആയി. ഏത് ഇൻ ദ ഇയർ 2018 and 19. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിലെ ട്രെൻഡാണ്. ഇതൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചറൊക്കെ കൂടുകയാണ് ചെയ്തത്. ഒരു വലിയ ഫ്ലക്ച്വേഷൻസ് തന്നെ ഈ ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ ട്രെൻഡിൽ വർഷം തോറും ഉണ്ടാകുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ട്രെൻഡ്സ് ഇൻ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Trends in revenue and capital expenditure for both state and central government have increased over time. ഇത് എല്ലാ ടൈമിലും കാലക്രമേണ ഇത് ഇൻക്രീസ് ചെയ്ത് വരികയാണ് എന്നാണ് പറയുന്നത്. ഇൻ 1981-82 the revenue expenditure was 17.8 and 15.41 thousand crore for state and central government respectively, while the capital expenditure was 8.10 and 9.86 thousand crore for state and central government respectively. അപ്പോൾ നമ്മൾ പറഞ്ഞു 1981-82 റവന്യൂ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റിൻ്റെ 17.8 സെൻട്രലിൻ്റെ 50.41 thousand crore അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റിൻ്റെ 8.10 thousand crore 9.86 സെൻട്രലിൻ്റെയും ആയിരുന്നു. ഇത് താഴെ പറയുന്ന ഗ്രാഫ് ട്രെൻഡാണ് കാണിക്കുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഫ്രം 1981-82. തൊട്ട് താഴെ കാണിക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓഫ് സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയാണ്. ഇത് റവന്യൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും. രണ്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ട്.
രണ്ടും കൂടി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണിത്. ഇനി ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം. ദ റവന്യൂ എക്സ്പെൻഡിച്ചർ ഫോർ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഇൻക്രീസ്ഡ് ടു 86.19 ആൻഡ് 82.90,000 crores ഇൻ 91 and 92. ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത് സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും 91-92 പീരീഡിൽ. വെയിൽ ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹാസ് ഇൻക്രീസ്ഡ് ടു 21.74 ഏതിൻ്റെ സ്റ്റേറ്റിൻ്റെയും 29.12 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏത് സെൻട്രലിൻ്റെയും ഇതുപോലെയായിരുന്നു. ഫൈനലി ഇൻ 2018-19 ദ റവന്യൂ എക്സ്പെൻഡിച്ചർ റീച്ച്ഡ് ടു 2783.78,000 crores and 2114.61,000 crores and capital expenditure reached to 775.95,000 crores and 316.62,000 crore for state and central government respectively. പറഞ്ഞു. അത് റവന്യൂ 2018-19 ആയപ്പോഴേക്കും റവന്യൂ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റിൻ്റെ 2753.something ക്രോഴ്സും ആൻഡ് 2140.61,000 crore ഏത് സെൻട്രലിൻ്റെയും. അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും രണ്ട് കൂടുകയാണ് ചെയ്തത്. സ്റ്റേറ്റിൻ്റെ 775.95,000 crore സെൻട്രലിൻ്റെ 316.62,000 crore സെൻട്രലിൻ്റെ 316.62,000 crore ഇൻക്രീസ് ചെയ്തു. ഇതൊക്കെ നമുക്ക് ഗ്രാഫ് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ദ ഗ്രോത്ത് റേറ്റ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഫോർ ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഡിക്രീസ്ഡ് ഓവർ ടൈം. ഗ്രോത്ത് റേറ്റ് ബോത്ത് സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ആയിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറയുകയാണ് ചെയ്തത്. വെയിൽ ദർ ക്യാൻ ബി സീൻ വൈഡ് വൊളാറ്റിലിറ്റി ഇൻ ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. നമുക്കവിടെ ഒരു ഗ്രോത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിലും സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിലും ഒരു ഫ്ലക്ച്വേഷൻസ് കാണാൻ നമുക്കവിടെ കഴിയും. The overall growth rate of capital expenditure of state has increased in 2018-19 in comparison to 1981-82. 81-82 കമ്പാരിസ് ചെയ്തെടുത്തോളം ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റിൻ്റെ ഇൻക്രീസ് ചെയ്തു. 2018-19 1981-82 അപേക്ഷിച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റിലെ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്തു. ബട്ട് ഹവർ ഇറ്റ് ഈസ് ട്രെൻഡ് സീൻ ഗ്രോത്ത് റേറ്റ് ഫോർ സെൻട്രൽ ഗവൺമെൻറ്റ്സ് cannot be started as it has high volatility. എന്നാലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വളർച്ചാ നിരക്കിൽ ഒരു ഹൈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നതിനാൽ ഇത് നമുക്ക് പ്രസ്താവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദ ഫോളോയിങ് ഡയഗ്രം പ്രസൻസ് ദ ഡിക്കേഡൽ ഫിഗർ ഇൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. താഴെ പറയുന്ന ടാബിള് നമുക്ക് കാണിച്ചിരുന്നത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ടാണ്. ഇതിൽ GDPക്കുള്ള റേഷ്യോ ഒക്കെ ഇതിൽ കാണാം. ഇതാണ് ടാബിള്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. The revenue expenditure has always been more share in total expenditure compared to capital expenditure for both the state and central government. റവന്യൂ എക്സ്പെൻഡിച്ചർ എപ്പോഴും ഒരു മോർ ഷെയർ ടോട്ടൽ എക്സ്പെൻഡിച്ചർക്ക് ഒരു കൂടുതൽ ഷെയർ കൊടുക്കുന്നുണ്ട്. എന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലും രണ്ട് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഷെയർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഇൻക്രീസ്ഡ് വെരി ഫാസ്റ്റ് കമ്പയർ ടു സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ വലിയ അളവിലാണ്
രീതിയിലാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഇറ്റ് ക്യാൻ ആൾസോ ബി നോട്ടഡ് ദാറ്റ് ദ റവന്യൂ എക്സ്പെൻഡിച്ചർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഇൻക്രീസ്ഡ് ഓവർ ടൈം. It was 8.76% of GDP in the year 1981-82 and after 2 decades in the year 2011-12 it was 13.12%, but in the year 2018-90 it decreased to 11.26% of GDP. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ GDP-യുടെ 1% എന്ന നിലയിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ കാലക്രമേണ ഇൻക്രീസ് ചെയ്തു വന്നത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. 1981-82 വർഷത്തിൽ ഇത് GDP-യുടെ 8.76%, 2011-12 ഇത് വർഷത്തിൽ 2 ഡിക്കേഡിന് ശേഷം 2 പതിറ്റാണ്ടിന് ശേഷം ഇൻ ദ ഇയർ 2011 and 12 ഇത് 13.12% ആയിരുന്നു. ബട്ട് ഇൻ 2018-90 ഇത് വർഷത്തിൽ ഇത് GDP-യുടെ 11.26% കുറഞ്ഞു. ഏത് റവന്യൂ എക്സ്പെൻഡിച്ചർ സെൻട്രൽ ഗവൺമെൻറ്റിൽ. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ GDP നമുക്കത് പറയാം. ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് റേഷ്യോ ടു GDP ഹാസ് ഡിക്രീസ്ഡ് ഓവർ ടൈം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ GDP-യിലേക്കുള്ള റേഷ്യോ ഇത് കാലക്രമേണ കുറഞ്ഞു വരികയാണ് ചെയ്തത്. അതായത് ഇറ്റ് വാസ് 5.61% ഇൻ ദ ഇയർ 1981-82 ആൻഡ് ആഫ്റ്റർ 1 decade decreased to 4.33% and finally in the year 2018-90 it decreased to 1.67% of GDP. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 5.61% ആയിരുന്നത് ഇൻ ദ ഇയർ 1981-62 GDP-യിലേക്കുള്ള പെർസെൻറ്റേജ് 1981-82 5.61% ആയിരുന്നത് ആഫ്റ്റർ 1 decade ഒരു 1 ഡിക്കേഡിന് ശേഷം ഇത് കുറഞ്ഞ് 4.32% ആയി. അവസാനം 2018-19 ഇത് വീണ്ടും കുറഞ്ഞ് 1.67% ആയി എന്നാണ് പറയുന്നത്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രമാണ് GDP-യിലേക്കുള്ളത് എന്ന് നമുക്കിതൊന്ന് കാണാം. ഇപ്പോൾ 3 തരത്തിലുള്ള ട്രെൻഡ്സും നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്തു. ഒന്ന് ഫസ്റ്റ് വൺ ഏതായിരുന്നു? ട്രെൻഡ്സ് ഇൻ ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ കവർ ചെയ്തു, അതിൻ്റെ ഗ്രാഫ് എക്സ്പ്ലനേഷൻസ്. ദെൻ ട്രെൻഡ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ദെൻ ലാസ്റ്റ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇതാണ് ട്രെൻഡ്സ്. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഇത് വർഷം തോറും കൂടുകയാണ് ചെയ്തത്. ബട്ട് ഗ്രോത്ത് റേറ്റിൽ വളരെ വലിയ മാറ്റം, കുറഞ്ഞ ഗ്രോത്ത് റേറ്റ് മാത്രമാണ് എക്കണോമിയിലുള്ളത്. നമുക്ക് ഈ കോസസ് ഓഫ് ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇന്ത്യയിൽ കൂടാനുള്ള വിവിധ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഇൻക്രീസ് ഇൻ ട്രെൻഡ്സ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ ആർ ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ്. നിരവധി ഫാക്ടേഴ്സ് ഇതിന് കാരണമുണ്ട്. ഫോളോയിങ് ആർ ദ സം ഇമ്പോർട്ടൻറ്റ് റീസൺസ് ദാറ്റ് റിസൾട്ടഡ് ഇൻ ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് പറയാം പോപ്പുലേഷൻസ്. ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഈസ് വൺ ഓഫ് ദ മേജർ കോസസ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ. Increase in population requires more and more social sectors expenditure, public goods and strong law and order. അതായത് ജനസംഖ്യ വർദ്ധിച്ചു വരുന്നതോറും മോർ ആൻഡ് മോർ സോഷ്യൽ സെക്ടേഴ്സിൻ്റെ എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യും. അതേപോലെ പബ്ലിക് ഗുഡ്സും സ്ട്രോങ് ലോ ആൻഡ് ഓർഡറൊക്കെ എക്കണോമിയിൽ ആവശ്യമായി വരും. ഇതിനു വേണ്ടി ഒരുപാട് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിന് വരും. ദ പോപ്പുലേഷൻ ഓഫ് India was 692 millions in 1981-82 which increased to 1014 million in 2001 and 2002 and further it increased and reached to 1332 million in 2018 and 19. നമ്മുടെ ഇന്ത്യയിലെ
പോപ്പുലേഷൻസ് 692 ആയിരുന്നു 1981-82 ഉണ്ടായിരുന്നത്. ഇപ്പോൾ കറൻറ്റ് 2018-19 1332 അതായത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. വർഷം തോറും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. അതിനനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും കൂടും. എങ്ങനെ? അവർക്ക് വേണ്ടിയിട്ടുള്ള പബ്ലിക് ഗുഡ്സും സ്ട്രോങ് ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡറും അതുപോലെയുള്ള നിരവധി സോഷ്യൽ സെക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറൊക്കെ ഗവൺമെൻറ്റിന് നടത്തേണ്ടി വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ സ്വാഭാവികമായും പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് കൂടും. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. According to Musgrave, increase in per capita income leads to an increase in demand for public goods. Thus, it leads to an increase in public expenditure. The per capita income in India was 2115 rupees per annum, which increased to 1,41,265 rupees per annum. മസ്ഗ്രേവിൻ്റെ അഭിപ്രായത്തിൽ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതോളം പബ്ലിക് ഗുഡ്സിൻ്റെ ഡിമാൻഡിലും ഇൻക്രീസ് ഉണ്ടാവും. പബ്ലിക് ഗുഡ്സിൻ്റെ ഡിമാൻഡിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ദ പെർ ക്യാപിറ്റ ഇൻകം ഇൻ ഇന്ത്യ, പെർ ക്യാപിറ്റ ഇൻകം 2115 ആയിരുന്നത്. പ്രതിശീർഷ വരുമാനം പ്രതിവർഷം 2115 രൂപയായിരുന്നത് 1,41,265 രൂപയായിട്ട് ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പറയുന്നത് ഡിഫൻസ് എക്സ്പെൻഡിച്ചറും. ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ ഹാസ് ഇൻക്രീസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. നമ്മുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഇപ്പോൾ അതിൻ്റെ ചിലവ് ഇപ്പോൾ നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇറ്റ് പോസസ് എ മേജർ പോർഷൻ ഇൻ ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഇതൊരു പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് ഉണ്ട്. എന്നാലും although its share in revenue expenditure has decreased over time, its share in capital expenditure has increased very rapidly. എന്നാലും റവന്യൂ എക്സ്പെൻഡിച്ചറിലെ അതിൻ്റെ പങ്കെന്ന് പറയുന്നത് കാലക്രമേണ കുറഞ്ഞു. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പങ്ക് വളരെ വേഗത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. It is possesses almost 1/3 of total expenditure. According to the Union Budget document, 12% of total public expenditure in 1981-82, which increased to 22% in 2012-13, and in 2018-19 it was 12.22% of total public expenditure in India. It possesses almost 1/3 of total capital expenditure. According to the Union Budget document, 12% of total public expenditure in India goes to defense expenditure in 2018 and 19. അതായത് മൊത്തം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു 1/3 ഏകദേശം ഡിഫൻസ് എക്സ്പെൻഡിച്ചറിൻ്റെ കയ്യിലാണ്. യൂണിയൻ ബജറ്റ് രേഖ അനുസരിച്ച് 2018-19 ഇന്ത്യയിലെ ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ 12%, ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ 12% ഡിഫൻസ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ഡിഫൻസ് എക്സ്പെൻഡിച്ചറിൻ്റെ ചിലവിലേക്ക് പോകുന്നത്. 2018-19 ഇന്ത്യയിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 12% ഡിഫൻസ് എക്സ്പെൻഡിച്ചറിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് യൂണിയൻ ബജറ്റ് രേഖ അനുസരിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത് പറയുന്നത്, അപ്പോൾ ഡിഫൻസ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടും ഒരുപാട് പബ്ലിക് എക്സ്പെൻഡിച്ചർ ചിലവഴിക്കുന്നു. അടുത്തത് സബ്സിഡി. ദ സബ്സിഡി ഈസ് നെസസറി ടു സപ്പോർട്ട് എസെൻഷ്യൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് അഗ്രികൾച്ചർ. ദ ഷെയർ ഓഫ് സബ്സിഡീസ് ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഹാസ് ഇൻക്രീസ്ഡ് ഓവർ ടൈം ബൈ ഷോയിങ് ദ ഡിക്രീസിങ് സൈൻ.
അതായത് അഗ്രികൾച്ചർ പോലുള്ള അത്യാവശ്യമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ ആവശ്യമാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ അത്യാവശ്യമാണ്. അതായത് കുറയുന്ന ദ ഷെയർ ഓഫ് സബ്സിഡി ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആസ് ഇൻക്രീസ്ഡ് ഓവർ ടൈം ബൈ ഷോയിങ് ദ ഡിക്രീസിങ് സൈൻ കാണിച്ചുകൊണ്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചറിലെ സബ്സിഡികളുടെ പങ്ക് കാലക്രമേണ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഷെയർ ഓഫ് സബ്സിഡീസ് ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചറിലേക്കുള്ള സബ്സിഡിയുടെ ഷെയർ വർദ്ധിച്ചു വരുന്നത് തന്നെയാണ് കാണിക്കുന്നത്. ഇറ്റ് വാസ് 8.9% ഓഫ് ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ 1981-82. 1981-82 8.9% ആയിരുന്നത് 18.22% ആയിട്ട് ഇത് ഇൻക്രീസ് ചെയ്തു എന്ന് 2012-13 ഇത് ഇൻക്രീസ് ചെയ്തു. അതുപോലെ 2018-19 ഇത് 12.22% ആണ്. ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇന്ത്യയിൽ ഇത് 12.22% ആയിട്ടാണ് സബ്സിഡി കാണിക്കുന്നത്. അതായത് 8.19% ആയിരുന്നു 1981-82 8.19% ആയിരുന്നത് 2018-19 ആയപ്പോൾ ഇത് മൊത്തം പൊതുചെലവിൻ്റെ അതായത് ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ 12.22% ഇത് ഉയർന്നു എന്നാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ് ഓവർ ടൈം കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു റൈസിങ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ. കാലക്രമേണ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തത് ഇന്ത്യയിലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. ഇൻ 1981-82 ദ ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വാസ് 11.44%, which increased very rapidly during the 1990s and 2020s has reached to 23.70% in 2018 and 19 after some upward and downward fluctuations. 1981-82 ടോട്ടൽ എക്സ്പെൻഡിച്ചറിലെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകളുടെ വിഹിതം എന്ന് പറഞ്ഞത് 11.44% ആയിരുന്നു. എന്നാൽ ഇത് 1990-കളിലും 2000-ലും വളരെ വേഗത്തിൽ വർദ്ധിച്ചു 2018-19 23.70% എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് services expenditure. Administrative services are necessary to maintain peace, laws and order. അതായത് സമാധാനവും ക്രമസമാധാനമൊക്കെ നിലനിർത്താൻ ഭരണപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമാണ്. ഓക്കെ. ദ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ ഹാസ് ആൾസോ ഇൻക്രീസ്ഡ് വെരി റാപ്പിഡ്ലി. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ വളരെ വേഗത്തിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻ 1981-82 ദ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ വേർ 1,825 crores, which increased to 20 lakh and 7,538 crores in the year 2018-19. ഇനി പറയുന്നത് സോഷ്യൽ സർവീസ് എക്സ്പെൻഡിച്ചർ. ദ സോഷ്യൽ സർവീസ് എക്സ്പെൻഡിച്ചർ ആൾസോ ഹാവ് ഇൻക്രീസ്ഡ് ഓവർ ടൈം ഇൻ ഇന്ത്യ. സോഷ്യൽ സർവീസ് എക്സ്പെൻഡിച്ചർ എല്ലാ കാലക്രമേണ ഇന്ത്യയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ദ ഗവൺമെൻറ് പ്രൊവൈഡ്സ് വേരിയസ് ടൈപ്സ് ഓഫ് സോഷ്യൽ സർവീസസ് ടു സപ്പോർട്ട് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് ഒരുപാട് സോഷ്യൽ സർവീസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഡെവലപ്മെൻറ്റ് വർക്ക്സ് ആൻഡ് പോപ്പുലേഷൻ ദ സോഷ്യൽ സർവീസസ് എക്സ്പെൻഡിച്ചർ ഹാസ് ഇൻക്രീസ്ഡ് ഓവർ ടൈം.
വികസന പ്രവർത്തനങ്ങളും ജനസംഖ്യയും ഇൻക്രീസ് ചെയ്യുന്നതോടെ തന്നെ സാമൂഹിക സേവനത്തിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറും വളരെ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ സർവീസസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ വളരെ അധികമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ജനസംഖ്യക്കനുസരിച്ചും സോഷ്യൽ ആക്ടിവിറ്റീസിനനുസരിച്ചും ഇൻക്രീസ് ചെയ്തു വരുന്നുണ്ട്. ദെൻ അടുത്തത് പറയുന്നത് അർബനൈസേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇന്ത്യ ഈസ് സ്റ്റിൽ ടു അർബനൈസ്ഡ്, സോ എ മേജർ പോർഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഗോസ് ടു അർബനൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഇന്ത്യ ഇപ്പോഴും അർബനൈസ്ഡ് ആണ്. സോ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു മേജർ പോർഷൻ തന്നെ അർബനൈസേഷന് വേണ്ടിയിട്ടും ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഗവൺമെൻറ് ചിലവഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് അണ്ടർടേക്സ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ഓഫ് വേരിയസ് സോഷ്യൽ ഓവർഹെഡ്സ് ടു സപ്പോർട്ട് എക്കണോമിക് ആക്ടിവിറ്റീസ്. അതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ സാമൂഹിക ഓവർ ഹെഡുകളുടെ വികസനവും നിർമ്മാണവും സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? വിവിധ സാമൂഹിക ഓവർ ഹെഡുകളും വികസനവും നിർമ്മാണവും സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ഇനി അടുത്ത കാരണം പറയുന്നത് ഇൻഫ്ലേഷൻ. ദിസ് ഈസ് ആൾസോ വൺ ഓഫ് ദ റീസൺസ് ദാറ്റ് ഇൻക്രീസ്ഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മേജർ കാരണം തന്നെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇൻഫ്ലേഷൻ ഈസ് എ റൈസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഇൻ ദ കൺട്രി. ഇൻഫ്ലേഷന് ഒരു കൺട്രിയിലെ പ്രൈസ് ലെവല് ഒരു ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇൻഫ്ലേഷൻ ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ബോത്ത് ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ്. ഇൻഫ്ലേഷൻ ഒരു എക്കണോമിയിൽ ഇൻഫ്ലേഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ കൂടുമ്പോൾ അത് എക്സിസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെയും പുതിയതായിട്ടുള്ള പ്രൊജക്റ്റിൻ്റെയും ഒക്കെ കോസ്റ്റ് ഇൻഫ്ലേഷൻ കാരണം ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഇന്ത്യൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. അടുത്ത ഒരു റീസൺ, ഒരു കോസാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള അടുത്തൊരു കോസ്റ്റാണ് ഇന്ത്യൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. അത് പറയുന്നത് ദ ഇന്ത്യൻ എക്കണോമി ഈസ് എ മിക്സഡ് എക്കണോമി വേർ ദർ ഈസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ബോത്ത് ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. ഇന്ത്യൻ എക്കണോമി നമുക്കറിയാം ഒരു മിക്സഡ് എക്കണോമിയാണ്. അവിടെ പബ്ലിക്കും പ്രൈവറ്റും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ആക്ടിവിറ്റീസിനും. ഇറ്റ് ഇൻക്രീസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്. ഇത് എന്ത് ചെയ്യും? ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇത് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. എന്തിന്? ഇന്ത്യ ഈസ് ആൾസോ എ ഡെമോക്രാറ്റിക് കൺട്രി വേർ സോഷ്യൽ വെൽഫെയർ ഈസ് പ്രൊമോട്ടഡ്, ദെർഫോർ ഇറ്റ് ഇൻക്രീസസ് ദ എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെൻറ്. കാരണം ഇന്ത്യ ഒരു സാമൂഹിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യം കൂടിയാണ് ഇന്ത്യ. അതിനാൽ ഇത് സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കും. പ്രൈവറ്റും പബ്ലിക്കും ഒരുപോലെ കൊണ്ട് നടക്കുന്ന ഒരു എക്കണോമി ആണെങ്കിലും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ മെയിൻ സോഷ്യൽ വെൽഫെയർ ആണ് കൺട്രിയുടെ മെയിൻ എയിം. സോ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. ദെൻ ഇതൊക്കെയാണ് നമ്മുടെ സെമിനാർ ടോപ്പിക്ക് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ത് പറഞ്ഞു? പബ്ലിക് എക്സ്പെൻഡിച്ചർ പറഞ്ഞു, അതിൻ്റെ വിവിധ ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പറഞ്ഞു. ദെൻ ട്രെൻഡ്സ്, തിയറീസ്, പിന്നെ ലാസ്റ്റ് കോസ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള കോസ് പറഞ്ഞു. ഇനി ഇതിന് ഒരു കൺക്ലൂഷൻ പറയാൻ വെച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രിസീഡിംഗ് സ്റ്റഡി ഇറ്റ് ക്യാൻ ബി ഇൻഫേർഡ് ദാറ്റ് although the public expenditure in India is growing in the absolute terms, it is showing decreases in terms of growth rate. This should also be noted that the central government is shifting their expenditure from development and non-development category. The share of revenue expenditure is more than the share of capital expenditure. The findings shows that the Indian economy is gradually moving towards a laissez-faire economy. അതായത് മുൻകാലത്തൊക്കെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പൊതുചെലവ്, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ കാലങ്ങളോളം വളരുകയാണെങ്കിലും ഗ്രോത്ത് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു കുറഞ്ഞ സൂചനയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ സെൻട്രൽ ഗവൺമെൻറ് അവരുടെ എക്സ്പെൻഡിച്ചർ ഡെവലപ്മെൻറ്റിൽ നിന്ന് നോൺ ഡെവലപ്മെൻറ്റിൻ്റെ വിഭാഗത്തിലേക്ക് ആക്കി പ്രധാനമായിട്ടും മാറ്റുന്നത് നമുക്കിവിടെ ശ്രദ്ധിക്കാവുന്നതാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് കൂടുതലും നോൺ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനാണ്
കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ വിഹിതം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഷെയറിനേക്കാളിലും കൂടുതലാണ്. ഇതൊക്കെ കാണിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പടിപടിയായിട്ട് ഒരു ലേസസ് ഫെയർ സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു ലേസസ് ഫെയർ സമ്പദ് വ്യവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സ്റ്റഡി മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് സെമിനാർ.